ഹൈപ്പിനനുസരിച്ച് അത്ര വന്നിട്ടില്ല. കോമഡി ചിലയിടത്ത് വർക്കൗട്ടായി, ചിലയിടത്ത് വർക്കൗട്ടായില്ല. വിനായകൻ്റെ പെർഫോമൻസ് നല്ലതാണ്. പടം കണ്ടിരിക്കാം. ഒരു എബോ ആവറേജ് മൂവി. അങ്ങനെ പുറത്ത് ഹൈപ്പ് കൊടുത്തനുസരിച്ച് വന്നിട്ടില്ല, പ്രതീക്ഷ അത്ര വന്നിട്ടില്ല. കോമഡിയാണ്. പക്ഷേ കോമഡി എല്ലായിടത്തും വർക്കൗട്ട് ആയിട്ടില്ല. അങ്ങനെ മെസ്സേജ് ഒന്നുമില്ല. രണ്ടുപേരും തമ്മിൽ റിവെഞ്ചാണ് കാണിക്കുന്നത്. പക്ഷേ പ്രതീക്ഷ അത്ര വന്നിട്ടില്ല. സുരാജ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട വിനായകൻ്റെ പെർഫോമൻസാണ്. കണ്ടിരിക്കാം. പാട്ട് കുഴപ്പമില്ല. കുഴപ്പമില്ല. വിനായകൻ്റെ പെർഫോമൻസ് നന്നായിരുന്നു. പക്ഷെ പടം ആവറേജ് ആയിരുന്നു. പ്രതീക്ഷ അത്ര വന്നിട്ടില്ല. ഭയങ്കര ഹൈപ്പിനനുസരിച്ച് വന്നിട്ടില്ല. രണ്ടുകൂടെ പെർഫോമൻസ് അടിപൊളിയാണ്. അതായത് സുരാജിൻ്റെയും വിനായകൻ്റെ പെർഫോമൻസ് ഒക്കെയാണ്. മേക്കിംഗ് ഒക്കെ നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു അടിപൊളിയായിരുന്നു. നന്നായിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയാണ്. അവരെല്ലാം കലക്കി. കൊള്ളാം. വിനായകന്റെ പെർഫോമൻസ് റിയലി സൂപ്പർ. ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ആണ്. വിനായകന്റെ പെർഫോമൻസ് ഭയങ്കര രസമാണ്. എസ്പെഷ്യലി സൂര്യരാജ് ഭയങ്കര രസമാണ് കാണാൻ. വർക്കായിട്ടുണ്ട്. നൈസ് മൂവിയാണ്. ലൈക്ക് നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ പറഞ്ഞില്ലല്ലോ കാര്യമുള്ളത്. അവർ രണ്ടുപേരും കോംബോ ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള ഒരു കോംബോ ആണ്. പിന്നെ മെൽവിനൊക്കെ ഉണ്ടല്ലോ. വിനായകന്റെ കോമഡി പെർഫോമൻസ് വില്ലനൊക്കെ അല്ല നമ്മൾ കണ്ടിരിക്കുന്നത്. വില്ല മാത്രമല്ലല്ലോ നമ്മൾ കണ്ടിരിക്കുന്ന കൂടുതൽ ബട്ട് സ്റ്റിൽ അതൊരു വേറൊരു ക്യാരക്ടറാണ്. അത് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. അടിപൊളിയാണ്. എന്തായാലും രണ്ടുപേരും അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഉറപ്പായിട്ട്. ഞാൻ ഒത്തിരി ലേറ്റ് ആയി പോയി വരാനായിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടതിലെന്തായാലും കോമഡിയും ഉണ്ട്. അവരെ നേരിട്ട് കാണുന്നവരല്ലായിരുന്നു ഏറ്റവും നല്ല എക്സ്പീരിയൻസ്. കോമഡി ആയിട്ടുണ്ടായിരുന്നു. കാരണം ഓരോ സീക്വൻസും നല്ല രീതിയിൽ നല്ല ഫണ്ണായിരുന്നു സെറ്റിലൊക്കെ. അടിപൊളിയായിരുന്നു. എൻ്റെ ഫസ്റ്റ് സീൻ തന്നെ വിനായകൻ്റെ കൂടെ ഇരുന്ന് കണ്ടേ. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അഭിനയിക്കുന്ന കണ്ടാൽ നമ്മൾ ആ സമയത്ത് ചിരിച്ചു പോകും. കാരണം അത് അത്രയും അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല എക്സ്പീരിയൻസ്. സന്തോഷം കുറേ ആയില്ല. അപ്പോൾ ഇത്രയും ഒരു ലെങ്ത് ഉള്ള ക്യാരക്ടർ കിട്ടിയതിപ്പോൾ കിട്ടിയിട്ടില്ല. എനിക്ക് ഭയങ്കര മൂവി അടിപൊളിയായിരുന്നു. രണ്ടുപേരുടെയും ഒരു എന്താ പറയുക മത്സരിച്ചുള്ള അഭിനയം എന്ന് പറയാം. സ്റ്റോറി ഭയങ്കര എൻ്റർടൈൻ ആയിരുന്നു. ആൻഡ് കോമഡി ഫിലിമാണ്. മൊത്തത്തിൽ കോമഡി ഫിലിമാണ്. ആൻഡ് വിനായകൻ ചേട്ടൻ്റെ നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഭയങ്കര ഒരു ക്യാരക്ടറായിരുന്നു. ഇതുവരെ അങ്ങനെ ഒരു ഫ്രെയിമിൽ നമ്മൾ കണ്ടിട്ടില്ല. സോ ദാറ്റ് വാസ് നൈസ്. മികച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ശരിക്ക്. രണ്ടുപേരുടെയും എൻ്റെലി ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. രണ്ടുപേരും അതിനോട് നീതി പുലർത്തിയിട്ടെന്നെ അഭിനയിക്കാമെന്ന് പറയില്ലേ. 100% സുരാജേട്ടൻ്റെ ക്യാരക്ടറൊക്കെ അമേസിംഗ് ആയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ യാ നൈസ്. നിരവധി സബ്ജക്റ്റ് ഉണ്ട്. ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഉണ്ട്. അത് ഭയങ്കര കോമഡി ഇതിൽ തന്നെ നമുക്ക് പ്രസൻറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. യെസ്